ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്, ഗാലക്സി മീഡിയ വിഷൻ സ്പെഷ്യൽ ടോക്ക്. നമസ്കാരം, ഞാൻ രാജ് മണ്ണാർക്കാട്. വെൽക്കം ടു ഗാലക്സി മീഡിയ വിഷൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തെയും അതേപോലെ തന്നെ തലമുറയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു അത്യന്തം പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. തമിഴ്നാട് സർക്കാർ അധികാരത്തിലേറിയ ഉടൻ തന്നെ ഡ്രഗ്സിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരും ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ സാമൂഹ്യ ഭീഷണികളിലൊന്നായി ഡ്രഗ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുമ്പ് വലിയ നഗരങ്ങളിൽ മാത്രം കേട്ടിരുന്ന നാർക്കോട്ടിക് കേസസ് ഇന്ന് ചെറിയ ഗ്രാമങ്ങളിലേക്കും സ്കൂൾ, കോളേജ് ക്യാമ്പസുകളിലേക്കും വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സിന്തറ്റിക് ഡ്രഗ്സുകൾ, കെമിക്കൽ സബ്സ്റ്റൻസുകൾ, വാപ്പിംഗ് പ്രൊഡക്ട്സുകൾ, ഇവയെല്ലാം നമ്മുടെ തലമുറയെയാണ് ലക്ഷ്യമിട്ട് വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളും ക്യൂരിയോസിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഇൻഫ്ലുവൻസോ കൊണ്ടോ ആദ്യം ട്രൈ ചെയ്യുന്നു. പക്ഷെ പിന്നീട് അത് അഡിക്ഷനായി മാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പഠനം തന്നെ നഷ്ടമാവുന്നു. അവരുടെ കരിയറാണ് തകരുന്നത്. മെൻ്റൽ സ്ട്രെസ്സ് കൂടുന്നു, കുടുംബങ്ങൾ തകരുന്നു. അങ്ങനെ പലപ്പോഴും ക്രൈം, വയലൻസ്, ഡിപ്രഷൻ എന്നിവയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. ഡ്രഗ്സ് ഒരു വ്യക്തിയെ മാത്രമല്ല നശിപ്പിക്കുന്നത്, ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഒരു സമൂഹത്തെയും ഒരു തലമുറയും വരെ ബാധിക്കുന്ന കേസാണിത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ശക്തമായ നടപടികൾ ഇന്ന് അനിവാര്യമായിരിക്കുന്നത്. പക്ഷെ പോലീസ് മാത്രം വിചാരിച്ചാൽ, അവർ മാത്രം പോരാടിയാൽ ഈ പ്രശ്നം അവസാനിക്കുകയില്ല. പൊതുജനങ്ങളുടെ സപ്പോർട്ട് അത് അത്യാവശ്യമാണ്. ഓരോ നാട്ടിലും ചെറിയ ചെറിയ ആൻറ്റി ഡ്രഗ്സ് സ്ക്വാഡുകൾ രൂപീകരിക്കണം. റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, യൂത്ത് ക്ലബ്സുകൾ, ടീച്ചേഴ്സ്, പാരൻസ്, വോളണ്ടിയേഴ്സ് എന്നിവർ ഒന്നിച്ച് പ്രവർത്തിക്കണം. സ്കൂൾ, കോളേജ്, ടൗൺ, വില്ലേജ് എന്ന വ്യത്യാസമില്ലാതെ അവയർനെസ് വളർത്തണം. സംശയാസ്പദമായിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടാൽ അധികൃതരെ നമ്മൾ ഉടനടി തന്നെ അറിയിക്കുകയും വേണം. യുവാക്കളെ സ്പോർട്സ്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്നിവയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഡ്രഗ്സ് മാഫിയയെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമ്മൾ സൈലൻസ് പാലിച്ചാൽ നാളെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഡ്രഗ്സിനെതിരെ നമുക്ക് ഒന്നിക്കാം. കേരളത്തെ ലഹരി മുക്തമാക്കാം. നെക്സ്റ്റ് ജനറേഷനെ നമുക്ക് രക്ഷിക്കാം. ഇതൊരു സർക്കാരിൻ്റെ മാത്രം പോരാട്ടമല്ല, ഓരോ കുടുംബത്തിൻ്റെയും, ഓരോ മാതാപിതാക്കളുടെയും, ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. ശരിയല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അടുത്ത തലമുറയ്ക്കായി സംസാരിക്കേണ്ട സമയം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ. ഞാൻ രാജ് മണ്ണാർക്കാട്. ദിസ് ഈസ് ഗാലക്സി മീഡിയ വിഷൻ. താങ്ക് യു. സൈനിങ് ഓഫ്. ഗാലക്സി മീഡിയ വിഷൻ. താങ്ക് യു.